നമസ്കാരം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്നത്. എന്നാൽ പ്രമേഹത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടായിട്ടും അത് ശരിയായിട്ട് പ്രവർത്തിക്കാത്ത ഒരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ആദ്യം ഇൻസുലിൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ കലരുന്നു. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ എനർജി ലഭിക്കണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് ശരീരത്തിന് വേണ്ട എനർജി ലഭിക്കുന്നത്. പക്ഷേ ഗ്ലൂക്കോസ് നേരിട്ട് കോശങ്ങൾക്കുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. അതിനൊരു മീഡിയേറ്റർ വേണം. ആ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന ഓർഗനാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ കോശങ്ങളിലെ പൂട്ടുകൾ തുരുമ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. രക്തത്തിൽ ധാരാളം ഇൻസുലിൻ ഉണ്ടായിട്ടും പക്ഷേ കോശങ്ങൾക്ക് ഈ ഇൻസുലിനോട് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതിന്റെ ഫലമായിട്ട് ഇൻസുലിൻ എന്ന ഒരു കീ അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന മീഡിയേറ്റർ ഉപയോഗിച്ച് കോശങ്ങളുടെ വാതിൽ തുറക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിലേക്ക് കടക്കുന്നതിന് പകരം രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കും. ഇത് കാണുമ്പോൾ ശരീരം വിചാരിക്കും ഇൻസുലിൻ തികയാഞ്ഞിട്ടാണ് അത് കോശങ്ങളിലുള്ളിലേക്ക് കയറാത്തത് എന്ന്. അപ്പോൾ പാൻക്രിയാസ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിനെയാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറിന് ചുറ്റുമുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പ്. എത്ര വ്യായാമം ചെയ്താലും വയറ് കുറയുന്നില്ലെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാവാം. കഴുത്തിന് പിന്നിലുണ്ടാവുന്ന കറുപ്പ് നിറം, കഴുത്തിലും കക്ഷത്തിലും ഒക്കെ ചർമ്മം കറുത്തു വരുന്നത്, അതായത് എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് അതിന് പറയുന്നത്. ഇതും ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ ഉടൻ അമിതമായിട്ട് ക്ഷീണം വരിക. കോശങ്ങൾക്ക് ഊർജ്ജം ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ക്ഷീണം അനുഭവപ്പെടുന്നത്. അതുപോലെ അമിതമായിട്ട് വിശപ്പ് വരിക, പ്രത്യേകിച്ച് മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു കൊതി വരിക. ഇതൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു മുൻകരുതൽ എടുത്തില്ലെങ്കിൽ കാലക്രമേണ ഇത് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമാകാം. സ്ത്രീകളിലാണെങ്കിൽ PCOS പോലുള്ള അവസ്ഥകൾ വരാം, മറ്റു ഹോർമോൺ വ്യതിയാനങ്ങൾ വരാം, ഫാറ്റി ലിവറിന് കാരണമായേക്കാം, ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നതിന് കാരണമാകാം. എന്നാൽ നമുക്കിത് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്ക് ഓവർകം ചെയ്യാം. അതിനായിട്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക. പ്രത്യേകിച്ച് അമിതമായിട്ട് ചോറ്, പഞ്ചസാര, മൈദ, ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒക്കെ അതിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ്. പിന്നെ ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യുന്നത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ കോശങ്ങളെ ഇൻസുലിനോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കും. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഇൻസുലിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രമേഹത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.